ഇന്ത്യൻ ടീമിൻ്റെ കുപ്പായത്തിൽ കളിക്കുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ഒരു പ്രത്യേക എനർജിയാണ്. അൺബിലീവബിൾ, അമേസിങ്. ഹാർദിക്കിനെ ഏൽപ്പിച്ച ഓവറിൽ ക്ലാസിനെ ഔട്ടാക്കിയതാണ് ഈ വേൾഡ് കപ്പിലെ ടേണിംഗ് പോയിൻ്റ്. അവിടെ നിന്നാണ് ആദ്യം വിജയം കുതിച്ചിരുന്ന സ്ഥലത്ത് ക്ലാസൻ വെടിക്കെട്ടുമായിട്ട് വന്ന് അതിൻ്റെ അകത്തുനിന്ന് മാറി ഒരു അൺബിലീവബിൾ പെർഫോമൻസിലേക്ക് ക്ലാസൻ പോയ സമയത്ത് ക്ലാസിനെ ഔട്ടാക്കി ഹാർദിക്കിൻ്റെ ആ ഓവർ ഈ കളിയിലെ പല സമയങ്ങളിലും മുംബൈക്ക് കളിക്കുമ്പോഴാണ് എവിടെയായാലും ശരി രോഹിത് ചില കാര്യങ്ങൾ രോഹിത് ശർമ്മ ചെയ്യുന്നത് കറക്റ്റായിട്ട് അത് ഗംഭീരം. ചില അബ്സല്യൂട്ട്ലി മൈൻഡ് ചിലത് ഗംഭീരമാകും. അത് ഈ ടൂർണമെൻറ്റിലുടനീളം അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ്ഫുൾ. ഓൾ ദി ബെസ്റ്റ് ഇന്ത്യൻ ടീം. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2020 നിന്ന് വിരമിക്കുകയാണ്. അതൊരു വല്ലാത്ത വിഷമമാണ്. എങ്കിലും അവർക്കെല്ലാം എൻ്റെ ഹൃദയം കൊണ്ട് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഒരു വിഷമമുണ്ട് എനിക്ക്, സഞ്ജു സാംസൺ കളിച്ചില്ല എന്നുള്ളത് നിസ്സാരമല്ല. പക്ഷേ ടീമിൻ്റെ അവരൊരു ഒരു ടേണിംഗ് പോയിൻ്റ് രീതിയിൽ മാറി ചിന്തിക്കേണ്ടാവുന്ന രീതിയിലേക്ക് പോയത്. സഞ്ജു സാംസൺ ഉണ്ടെങ്കിലും സഞ്ജു സാംസൻ്റെ മലയാളിയുടെ സ്പർശം ഉള്ളിടത്തേ ലോകകപ്പ് വരാറുള്ളൂ. അത് ഇന്ത്യൻ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ഉള്ള ഒരു ടേണിംഗ് പോയിൻ്റാണ് മലയാളിയുടെ സ്പർശം. അത് സഞ്ജു സാംസണിലൂടെ സംശീലിച്ചു. സഞ്ജു സാംസൺ ഇനി അവർക്ക് ചാൻസുകൾ കിട്ടുകയാണ്. അതും ഗംഭീരമാകട്ടെ. ഓൾ ദ ബെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഓൾ ദ വെരി ബെസ്റ്റ്. അമേസിങ് പെർഫോമൻസ്. ദാറ്റ്സ് അമേസിങ്. ഋഷഭ് പന്ത് ബാറ്റിങ്ങിൽ തിളങ്ങിയില്ലെങ്കിലും ഫീൽഡിങ്ങിൽ ഗംഭീരമായി. അക്ഷർ പട്ടേൽ ബൗളിങ്ങിൽ ഒരു ഓവറിൽ 24 റൺസ് വിട്ടുകൊടുത്തു. പക്ഷേ ബാറ്റിങ്ങിൽ 47 റൺസിൻ്റെ അപരാജിതമായ തന്നെ ഒരു ഗംഭീരം ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. മുൻനിര ബാറ്റ്സ്മാൻമാർ പോകുന്ന സമയത്ത് അതുപോലെ വിരാട് കോഹ്ലി കറക്റ്റ് സമയത്ത് തൻ്റെ അർദ്ധ സെഞ്ചുറി കുറിച്ചു എന്നുള്ളതാണ് വിരാട് കോഹ്ലിയുടെ ഒരു 2020 ഗംഭീര യാത്രയയപ്പാണ്. അത് രോഹിത് ശർമ്മയ്ക്കും അത് തന്നെ, ഹിറ്റ്മാൻ രോഹിത് ശർമ്മയ്ക്കും അത് തന്നെ. ദാറ്റ് ഈസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഹാറ്റ്സ് ഓഫ് യു.